അതിനകത്ത് ലൈവിനകത്ത് ഇപ്പൊ ആതിരയുടെയും നൂറയുടെയും മോതിരം മാറ്റം നടത്തിയിരിക്കുകയാണ്. എൻഗേജ്മെന്റ് നടത്തിയിരിക്കുകയാണ്. വേറെ ആരുമില്ല, നമ്മുടെ അതിഥികളായിട്ട് ഷിയാസും ശോഭയും എത്തുന്നിരുന്നല്ലോ. അപ്പൊ പുറത്ത് ഇവരെ രണ്ടുപേരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര വിഷയമായിട്ട് അല്ലേ അവരെത്തിയിരിക്കുന്നത്. അപ്പൊ ശോഭ ഇപ്പം ഇവരെ രണ്ടുപേരെയും കൂടെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്റെ വീട്ടിൽ ഞാൻ നിങ്ങളെ കയറ്റും എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആദില ചോദിക്കുന്നുണ്ട്, മാമിന്റെ വീട്ടിൽ എന്നെ കയറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷിയാസ് കരീം പറയുന്നുണ്ട്, എന്റെ വീട്ടിലും കയറ്റും, എന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെ എന്റെ വീട്ടിൽ കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ശോഭ ചോദിക്കുന്നുണ്ട്, ആരൊക്കെ ഇവരെ ഞങ്ങളുടെ വീട്ടിൽ അവരെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കയറ്റുമെന്ന് ചോദിക്കുന്നു. എല്ലാവരും കൈയൊക്കെ പൊക്കുന്നുണ്ട്, ലക്ഷ്മി പൊക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ബിഗ് ബോസ് നടങ്ങിയിരിക്കുകയാണ്. ആതിരയുടെയും നൂറയുടെ അങ്ങനെ ഒരു മോതിരം ഇപ്പം നമ്മുടെ ഓൾറെഡി ബിഗ് ബോസിൽ ഗസ്റ്റുകളായിട്ട് വരുന്നവരുടെ കയ്യിൽ കുറെ ഡയമണ്ടുകളുണ്ട്, ആ ഡയമണ്ട് മോതിരങ്ങളുണ്ട്. അപ്പൊ ആ മോതിരങ്ങൾ കൈമാറ്റുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതില് തന്റെ ഓൾറെഡി ഇപ്പം ബിബി ഹോട്ടലിലെ കാമുകനായിട്ട് വരുന്നത് നമ്മുടെ ആര്യനാണെന്നുണ്ടെങ്കിലും, അപ്പൊ ഇവിടെ വെച്ച് വേറെ ആരോടെങ്കിലും പ്രണയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നൂറെ വിളിക്കുന്നതും നൂറയോട് സംസാരിക്കുന്നതും എന്നിട്ട് അവര് എൻഗേജ്മെന്റ് നടത്തുന്നതായിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യുന്നതും. അങ്ങനൊരു സംഭവം പുറത്തെന്തൊക്കെ വിഷയമാവെന്ന് കണ്ടറിയാം.